ഇന്ത്യൻ സിനിമയിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിക്കപ്പെട്ടിട്ടുണ്ടാകാം. പല സൂപ്പർ താരങ്ങളും വരികയും പോവുകയും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തിയേറ്ററുകളിൽ ഒരു പൂരപ്പറമ്പാക്കി മാറ്റാൻ ഒരൊറ്റ ചിരി കൊണ്ടും ചെറിയൊരു കയ്യനക്കം കൊണ്ടും ദശലക്ഷക്കണക്കിന് ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു പേരേയുള്ളൂ: സി ജോസഫ് വിജയ്. അതെ, നമ്മുടെ സ്വന്തം വിജയ്, കോടിക്കണക്കിന് ജനങ്ങളുടെ നെഞ്ചിലെ ദളപതി. ഇന്ന് ജൂൺ 22. തമിഴകത്തിന്റെ അതിരുകൾ ഭേദിച്ച് മലയാളികളുടെയും ഒപ്പം പാൻ ഇന്ത്യൻ സിനിമാ പ്രേമികളുടെയും ഹൃദയത്തിൽ സിംഹാസനമിട്ടിരിക്കുന്ന ദളപതി വിജയുടെ ജന്മദിനം. ആദ്യമായി നമ്മുടെ ചാനലിൻ്റെയും ലോകമെമ്പാടുമുള്ള എല്ലാ വിജയ് ആരാധകരുടെയും പേരിൽ ദളപതിക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. ഈ ജന്മദിനം മറ്റെല്ലാ വർഷത്തേക്കാളും ഏറെ സവിശേഷവും ഒപ്പം ആരാധകർക്ക് ചെറിയൊരു സങ്കടം നൽകുന്നതുമാണ്. കാരണം അദ്ദേഹം തൻ്റെ അഭിനയ ജീവിതത്തോട് വിട പറഞ്ഞ് ജനസേവനത്തിനായി പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ തൻ്റെ പുതിയ പാർട്ടിയിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ദളപതിയുടെ കരിയറിലെ അവസാന ചിത്രം തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ്. അതെ, നമ്മൾ കാത്തിരിക്കുന്ന ജനനായകൻ. ഈ ജന്മദിനത്തിന് ജനനായകൻ സിനിമയെക്കുറിച്ച് പുറത്തുവരുന്ന ഏറ്റവും പുതിയതും സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നതുമായ റിലീസ് അപ്ഡേറ്റുകൾ, സെൻസർ ബോർഡുമായുള്ള തർക്കങ്ങൾ, ഒപ്പം ഈ സിനിമയുടെ പിന്നിലെ യഥാർത്ഥ കഥയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കാൻ പോകുന്നത്. ഒരു വിജയ് ഫാനിന് പോലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കിടിലം വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്ത് വെക്കുക. ജനനായകൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകളിലേക്ക് പോകുന്നത് മുമ്പ്, നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ഈ മനുഷ്യൻ എങ്ങനെയാണ് പൂജ്യത്തിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് എന്ന് ചുരുക്കമായി അറിഞ്ഞിരിക്കണം. 1974 ജൂൺ 22 പ്രശസ്ത തമിഴ് സംവിധായകൻ എസ് ചന്ദ്രശേഖരൻ്റെയും ഗായിക ശോഭയുടെയും മകനായി ചെന്നൈയിലാണ് വിജയ് ജനിക്കുന്നത്. സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നെങ്കിലും ആദ്യകാലങ്ങളിൽ വിജയ് നേരിട്ട പരിഹാസങ്ങളും വിമർശങ്ങളും ചെറുതൊന്നുമായിരുന്നില്ല. 1992 നാളെ തീർപ്പെന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ വിജയ്ക്ക് പ്രായം വെറും 18 വയസ്സ് മാത്രമായിരുന്നു. അന്ന് തമിഴകത്തെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ലുക്കിനെയും അഭിനയത്തെയും ക്രൂരമായി പരിഹസിച്ചു. ഇവൻ എങ്ങനെ ഒരു നടനാകുമെന്ന് ചോദിച്ചവരുടെ മുമ്പിലാണ് കഠിനാധ്വാനവും അചഞ്ചലമായ ആത്മവിശ്വാസവും കൊണ്ട് വിജയ് തൻ്റെ സാമ്രാജ്യം പടുത്തുയർത്തിയത്. 90കളുടെ മധ്യത്തിൽ പുറത്തിറങ്ങിയ പൂവേ ഉനക്കാക, കാതലുക്ക് മര്യാദ, തുള്ളാത മനവും തുള്ളും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വിജയ് തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട റൊമാൻറ്റിക് ഹീറോ ആയി മാറി. മലയാളികൾ പോലും വിജയ് എന്ന നടനെ സ്നേഹിച്ചു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ്. എന്നാൽ വിജയ് എന്ന നടൻ ഒരു മാസ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയത് 2003 പുറത്തിറങ്ങിയ തിരുമലൈ എന്ന ചിത്രവും 2004 തെന്നിന്ത്യൻ സിനിമയിലെ സകല റെക്കോർഡുകളും തകർത്ത് ഗില്ലി എന്ന ഇൻഡസ്ട്രി ഹിറ്റുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് വിജയ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പോക്കിരി, തുപ്പാക്കി, കത്തി, മേഴ്സൽ, സർക്കാർ, ബിഗിൽ, മാസ്റ്റർ, ലിയോ, ഏറ്റവും ഒടുവിൽ വന്ന് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വരെ എത്തി നിൽക്കുന്ന വിജയുടെ ബോക്സ് ഓഫീസ് യാത്ര ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു സിനിമ ചെയ്താൽ 200-400 കോടി രൂപ വളരെ സുഖമായി ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വാരിക്കൂട്ടുന്ന ഒരു അജയ്യ ശക്തിയായി വിജയ് മാറി. എന്നാൽ സിനിമാ ലോകം കീഴടക്കി നിൽക്കുമ്പോഴാണ് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ പ്രവേശനവും സിനിമ ഉപേക്ഷിക്കുകയാണെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം രൂപീകരിച്ചുകൊണ്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദവിയും ജനസേവനവും ലക്ഷ്യമിട്ട് പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തകനാകാൻ അദ്ദേഹം തീരുമാനിച്ചു. തമിഴകത്തിൻ്റെ ഭാവി ഭരണം നയിക്കാൻ മുഖ്യമന്ത്രി കസാര ലക്ഷ്യമിട്ട് അദ്ദേഹം ചുവട് വെക്കുമ്പോൾ തൻ്റെ സിനിമാ കരിയറിലെ 69ാമത്തെ ചിത്രത്തോടെ അദ്ദേഹം വെള്ളിത്തിരയോട് വിട പറയുകയാണ്.
ആ അവസാന പോരാട്ടമാണ് ജനനായകൻ. വിജയ് തൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചിത്രം എങ്ങനെയുള്ളതായിരിക്കും? ഒരു സാധാരണ കൊമേഴ്ഷ്യൽ പടമായിരിക്കില്ല എന്ന് നമുക്കുറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തീരൻ അധികാരം ഒൻട്രെ, വിക്രം വേദ, എച്ച് വിനോദിൻ്റെ മുൻകാല ചിത്രങ്ങളായ ചതുരംഗ വേട്ടെ, ഒപ്പം അജിത്തിനെ വെച്ച് നേർകൊണ്ട് പാർവൈ, വലിമൈ തുടങ്ങിയ മികച്ച സോഷ്യൽ പൊളിറ്റിക്കൽ സിനിമകൾ എടുത്ത് എച്ച് വിനോദിനെ വിജയ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായി തിരഞ്ഞെടുത്തത്. ജനനായകൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പക്കാ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. കയ്യിൽ കത്തുന്ന പന്തവും പിടിച്ച് ദ ടോർച്ച് ബെയറർ ഓഫ് ഡെമോക്രസി, അതായത് ജനാധിപത്യത്തിൻ്റെ വെളിച്ചം വഹിക്കുന്ന ആൾ വരുന്നു എന്ന ടാഗ് ലൈനോടാണ് ഈ ചിത്രം പ്രഖ്യാപിക്കപ്പെട്ടത്. വിജയ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ചുവടുവെക്കുന്നതിന് തൊട്ടു മുമ്പ് സമൂഹത്തിൽ നൽകാൻ പോകുന്ന ഏറ്റവും ശക്തമായ സന്ദേശമായിരിക്കും ഈ സിനിമ. കന്നഡയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ KVN പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം ഏകദേശം 300 മുതൽ 500 കോടി രൂപ വരെ ബഡ്ജറ്റിൽ നിർമ്മിക്കുന്നത്. ഒരു തമിഴ് സിനിമയിൽ KVN പ്രൊഡക്ഷൻ നടത്തുന്ന ആദ്യ വമ്പൻ നിക്ഷേപമാണിത്. ആരൊക്കെയാണ് ഇതിലെ താരങ്ങൾ? ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു താരനിരയാണ് ഈ ചിത്രത്തിനായി അണിനിരന്നിരിക്കുന്നത്. വിജയ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ശക്തനായ നേതാവിൻ്റെയോ വേഷത്തിലാണ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ബോബി ഡിയോൾ തെന്നിന്ത്യയിലെ തരംഗമായ ബോളിവുഡ് താരം ബോബി ഡിയോൾ ആണ് ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. വിജയും ബോബി ഡിയോളും തമ്മിലുള്ള ആക്ഷൻ രംഗങ്ങളെ തിയേറ്ററുകളിൽ തീ പടർത്തും എന്ന് ഉറപ്പാണ്. മമിത ബൈജു മലയാള പ്രേക്ഷകരെ ആകെ ആവേശത്തിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തം പ്രേമലു താരം മമിത ബൈജു ഈ ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ദളപതിയുടെ അവസാന ചിത്രത്തിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടാകുക എന്നത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. മറ്റു താരങ്ങൾ പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, പ്രിയാമണി, നരേൻ, വരലക്ഷ്മി ശരത് കുമാർ എന്നിവരും ഈ ചിത്രത്തിൻ്റെ ഭാഗമാണ്. സംഗീതം ചിത്രത്തിൻ്റെ സംഗീതം നൽകുന്ന മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദ്ര ആണ്. വിജയ് അനിരുദ്ധ് കൂട്ടുകെട്ടിലെ പാട്ടുകളും BGMകളും എപ്പോഴും ഇൻഡസ്ട്രിയിൽ ഹിറ്റുകൾ ആകാറുണ്ട്. അതുകൊണ്ട് തന്നെ ജനനായകനിലും അനിരുദ്ധിൻ്റെ മാജിക് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിജയ് ആരാധകരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ജനനായകൻ സിനിമയുടെ റിലീസ് വൈകുന്നത്? യഥാർത്ഥത്തിൽ ഈ ചിത്രം 2026 ജനുവരിയിൽ വലിയൊരു പൊങ്കൽ റിലീസ് ആയി തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്തിരുന്നത്. ഷൂട്ടിംഗ് എല്ലാം 2025 ഓഗസ്റ്റോടെ തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. സെൻസർ ബോർഡുമായി ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് ഉണ്ടായത്. റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയിലെ ചില പ്രധാന രാഷ്ട്രീയ ഡയലോഗുകളും പ്രത്യേകിച്ച് ചൈൽഡ് അബ്യൂസ് സംബന്ധിച്ച് ചില വൈകാര്യമായ രംഗങ്ങളുമാണ് സെൻസർ ബോർഡിൻ്റെ കത്രികയ്ക്ക് മുന്നിൽ കുടുങ്ങിയത്. ചിത്രത്തിൻ്റെ റീമേക്ക് അവകാശങ്ങളുമായി ബന്ധപ്പെട്ട തെലുങ്ക് ചിത്രം ഭഗവന്ത് കേസരിയുമായുള്ള സാമ്യതകളെക്കുറിച്ചും ചില ഓൺലൈൻ ചർച്ചകൾ നടന്നിരുന്നു. കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രധാന സാമൂഹ്യ വിഷയമാണ് വിജയ് ഈ ചിത്രത്തിലൂടെ കൈകാര്യം ചെയ്യുന്നത്. അത് തിയേറ്ററുകളിൽ അതേ തീവ്രതയോടെ എത്തിക്കാൻ സംവിധായകൻ എച്ച് വിനോദും വിജയും ആഗ്രഹിക്കുന്നു. എന്നാൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച പല മാറ്റങ്ങളും സിനിമയുടെ ആത്മാവിനെ ബാധിക്കുന്നതും ആയിരുന്നു. ഇതിനിടയിലാണ് നിർമ്മാതാക്കളെയും ആരാധകരെയും ഒരുപോലെ തളർത്തിയ മറ്റൊരു സംഭവം ഉണ്ടായത്. 2026 ഏപ്രിൽ ആദ്യവാരത്തിൽ സിനിമയുടെ ചില സുപ്രധാന ദൃശ്യങ്ങൾ ഓൺലൈനിൽ ചോരുകയും അത് വലിയ രീതിയിൽ പൈറസി സൈറ്റുകളിലൂടെ പ്രചരിക്കുകയും ചെയ്തു. ഇത് പ്രൊഡക്ഷൻ കമ്പനിയെ വലിയ നിയമ നടപടിയിലേക്ക് നയിച്ചു. പൂർണ്ണമായ സെൻസർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയ ശേഷം മാത്രമേ ചിത്രത്തിൻ്റെ ഔദ്യോഗിക റിലീസ് തീയതി പ്രഖ്യാപിക്കൂ എന്നാണ് പ്രൊഡക്ഷൻ ഹൗസ് വ്യക്തമാക്കുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് തിയേറ്ററുകളിൽ ഒരു വമ്പൻ റിലീസായി ഒരുപക്ഷെ വരാനിരിക്കുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലോ അല്ലെങ്കിൽ ദീപാവലി റിലീസായോ ചിത്രം എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വിലയിരുത്തലുകൾ. ലേറ്റായി വന്നാലും തിയേറ്ററുകളിൽ ജനനായകൻ സൃഷ്ടിക്കാൻ പോകുന്ന തരംഗം
ഇന്ത്യൻ സിനിമ ഇന്നുവരെ കാണാത്ത ഒന്നായിരിക്കും എന്ന് നമുക്കുറപ്പാണ്. സിനിമകളിൽ നമ്മൾ കാണുന്ന വിജയ് എന്ന നടനേക്കാൾ ഇന്ന് ജനങ്ങൾ സ്നേഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയാണ്. എത്ര വലിയ ഉയരങ്ങൾ എത്തിയാലും കാണിക്കുന്ന ആ ലാളിത്യം, ആരാധകരോടുള്ള സ്നേഹം, സ്റ്റേജ് പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം നൽകുന്ന പോസിറ്റീവ് എനർജി, അതുകൊണ്ട് തന്നെയാണ് വിജയ് എന്ന പേര് ഇന്നും തമിഴകത്തെ ഒരു വികാരമായി മാറിയത്. ലൈഫ് ഈസ് വെരി ഷോർട്ട് നൻപ, ഓൾവേസ് ബി ഹാപ്പി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് കേൾക്കുന്ന ഓരോ ആരാധകന്റെയും മനസ്സിൽ ഒരു പ്രത്യേക ഊർജമാണ് നിറയുന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന ദളപതിക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ യാത്രയിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സിനിമകൾ ഇനിയും ചെയ്യുമോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അദ്ദേഹം വെള്ളിത്തിരയിൽ സമ്മാനിച്ച ആ മനോഹര നിമിഷങ്ങൾ എന്നും നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കളെ, ജനനായകന്റെ വമ്പൻ റിലീസിനായി നിങ്ങളിൽ എത്ര പേര് കാത്തിരിക്കുന്നുണ്ട്? നമ്മുടെ സ്വന്തം ദളപതിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ജന്മദിന ആശംസകൾ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തൂ. ഒപ്പം ഈ വീഡിയോയിലെ വിവരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, എല്ലാ വിജയ് ഫാൻസിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. സിനിമാ ലോകത്തെയും വിനോദ മേഖലയിലും ഇതുപോലുള്ള ലേറ്റസ്റ്റ് വാർത്തകളും വിശ്വസനീയമായ അപ്ഡേറ്റുകളും വേഗത്തിൽ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓപ്പൺ ചെയ്തു വെക്കുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.